ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് കപ്പവടയാണ്. അതായത് ലില്ലീസ് നാച്ചുറൽ ടിപ്സ് എന്ന ചാനലിലെ ലിജോ ചേട്ടൻ്റെ ഒരു റെസിപ്പിയാണിത്. ഞാൻ ആ ചേട്ടൻ്റെ പല റെസിപ്പീസും ട്രൈ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആവാറുണ്ട്. അപ്പോൾ ഇപ്പം ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വടയാണ് കപ്പവട. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കപ്പവട ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ കപ്പയാണ് എടുക്കുന്നത്. വലിയൊരു കപ്പയായിരുന്നു, അതുകൊണ്ട് അതിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. പകുതി എടുക്കുമ്പോൾ തന്നെ 1 കിലോയിൽ കൂടുതലുണ്ടാവും. ഇത് സാധാരണ നമ്മൾ കപ്പ പുഴുങ്ങിയെടുക്കുന്നത് പോലെ തന്നെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം നന്നായി കഴുകിയെടുക്കുക. ഇത് കുറച്ച് വേവുള്ള കപ്പയാണ്, അതുകൊണ്ട് ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് 2 വിസിലിന് വേവിച്ചെടുക്കുകയാണ്. അത് നമുക്ക് ഉടച്ചെടുക്കണം, അതുകൊണ്ട് 2 വിസിലിന് വേവിച്ചെടുക്കുകയാണ്. കപ്പ ഇതാ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് ചൂടോടുകൂടെ തന്നെ നമുക്ക് ഉടച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് ഉടച്ചെടുക്കുന്നത്. ഒരു കയ്യിൽ വെച്ചോ അല്ലെങ്കിൽ പൊട്ടറ്റോ സ്മാഷർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടോ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു കഷ്ണം ഇഞ്ചിയും ചെറുതായി കട്ട് ചെയ്ത് ചേർക്കാം. അതിൻ്റെ കൂടെ നല്ല എരിവുള്ള 3 പച്ചമുളക്, ഒരു വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ വേണ്ടത് 1 കപ്പ് അരിപ്പൊടിയാണ്. പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വറുത്ത അരിപ്പൊടിയാണ്. ആദ്യം കുറച്ച് ചേർത്തൊന്ന് മിക്സാക്കി എടുക്കുക, എന്നിട്ട് ബാക്കിയുള്ളത് കൂടെ ചേർത്ത് നല്ലപോലെ മിക്സാക്കി എടുക്കാം. നല്ല എരിവുള്ള പച്ചമുളക് എടുക്കുക, അല്ലെങ്കിൽ എരിവ് കുറവാണെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർക്കാം. നിങ്ങൾക്ക് കുറച്ച് എരിവ് വേണം ഈ വടക്ക്. ഇതൊന്ന് മിക്സായി വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കണം. നല്ലൊരു മാവാക്കി എടുക്കണം. ചപ്പാത്തി മാവൊക്കെ പോലെ നമുക്ക് ബോൾസ് ആക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു മാവാക്കി എടുക്കണം. ഞാൻ നേരത്തെ ഉപ്പിടാൻ മറന്നുപോയി, അതുകൊണ്ട് ഇപ്പോൾ ഉപ്പ് ചേർക്കുകയാണ്. പിന്നെ വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാൻ, നല്ലൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ചേർത്തിട്ടില്ല. മാവ് ഇപ്പോൾ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കൈ ഒന്ന് ആദ്യം വെള്ളം നനച്ചതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്ത് കയ്യിലൊന്ന് വെച്ച് പരത്തി നടുവിൽ ഒരു ഹോളാക്കി കൊടുക്കാം. കൈ പിന്നെയും വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നടുവിൽ ഹോളാക്കി കൊടുക്കാം. എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കണ ആ ഒരു തിക്നെസ്സാണ് വേണ്ടത്. ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് ആദ്യം കൈ ഒന്ന് നനച്ചെടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി, അല്ലാതെ കയ്യിൽ ഒട്ടിപ്പോവും. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇതുപോലെ നീളത്തിൽ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ലിജോ ചേട്ടനും അതിൽ നീളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് നീളത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കനം കുറച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ കുർക്കുറയൊക്കെ പോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും, കാരണം കപ്പ നേരത്തെ വേവിച്ചിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ അരിപ്പൊടി മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. 2 സൈഡും നല്ലപോലെ ഗോൾഡൻ കളർ ആവുന്നവരെ മൊരിയിച്ചെടുക്കാം. ഈ കപ്പവട നല്ല ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അതുപോലെ അതിൻ്റെ കൂടെ നല്ല എരിവുള്ള കാന്താരി ചമ്മന്തി കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഇതിൽ കാണിക്കുന്നില്ല. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ തേങ്ങയും ചെറിയ ഉള്ളിയും ഒരു കഷ്ണം ഇഞ്ചി, കാന്താരിമുളക്, കറിവേപ്പില, ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. കപ്പവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. ഇത് നമ്മൾ നീളത്തിലാക്കി വെച്ചതും ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് നല്ലപോലെ എല്ലാ സൈഡും ഗോൾഡൻ കളർ ആവുന്ന വരെ ഫ്രൈ ചെയ്യാം. ഉൾഭാഗം നല്ല സോഫ്റ്റും പുറം ഭാഗം നല്ല ക്രിസ്പിയുമായിട്ടാണ് ഇതുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.